നമ്മളിവിടെ സാധാരണ ജനങ്ങൾക്ക് ഇപ്പം കിട്ടുന്ന പണം മുഴുവൻ കിറ്റ് ഉൾപ്പെടെ സെൻട്രൽ ഗവൺമെന്റിന്റെ പണമാണ്. ആ പണത്തിന്റെ പേര് മാറ്റി നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. കേന്ദ്ര ഗവൺമെന്റ് വിഹിതം എത്രയാണ്? പെൻഷൻ കൊടുക്കുന്നു 1600 കൊടുക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് വിഹിതം എത്രയാണ്? 200 കൊടുക്കുന്ന 6 ലക്ഷം പേർക്ക് കേന്ദ്ര ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് 62 പേർക്ക് പെൻഷൻ കൊടുക്കുന്നു. 200 കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു ഇവിടുത്തെ ആൾക്ക് മുഴുവൻ പെൻഷൻ കൊടുക്കുന്നു. 75,000 രൂപ എന്നാ പിന്നെ കൊടുത്താൽ പോരെ? ചുമ്മാ അങ്ങനെയാണെങ്കിൽ കൊടുത്താൽ പോരെ? അല്ലല്ല ഇത് അല്ല അത് അങ്ങനെ പറയല്ലേ? അല്ല ഞാൻ ഹൈക്കോടതി പോയി, ലോകത്തിലെ കോടതി മുഴുവൻ പോയി, ഇവിടുന്ന് കൊടുക്ക്. നിങ്ങൾ തിരുവനന്തപുരത്ത് കൊടുക്കാൻ പോകുന്ന അല്ല ഇത് ഇല്ലാത്ത കാര്യം പറയാതെ. കാസർഗോഡ് ബൈപ്പാസ്, ആലപ്പുഴ ബൈപ്പാസ് ആരാ പണിത്? ആരാ? റിയാസാ? ഇക്കാരാ പണിത്? അല്ലല്ലോ, കേന്ദ്ര ഗവൺമെന്റാ പണിത്. അല്ല ഇത് വെറുതെ കള്ളം പറഞ്ഞോട് പോലുമില്ല. അല്ലല്ല ഇത് കള്ളക്കാരൻ കുറെ നേരം കൊണ്ട് സൗകര്യം വളരെ ബുദ്ധിമുട്ടി ഓരോരോ കഥകൾ ഉണ്ടായിക്കൊണ്ടിരുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യമില്ല. ഞാൻ നിൽക്കുന്ന പത്തനംതിട്ടനെ കുറിച്ച് തന്നെ പറയാം. ഇതിനെപ്പറ്റി ഞാൻ നിങ്ങളുടെ അല്ല നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ 5000 കോടിയാണോ 50,000 കോടിയാണോ? 5000 ആണോ 50,000 ആണോ? ഒരു കണക്ക് പറയണം. മന്ത്രി ഒന്ന്, മുഖ്യമന്ത്രി ഒന്ന്, മരുമോൻ വേറൊന്ന്, കൈകളി വേറൊന്ന് പറയല്ലോ. ഒരു കണക്ക് പറ. സൗര കൈരളി ചാനലിന്റെ താല്പര്യം അനുസരിച്ച് ഞാൻ പറയാൻ പറ, നിങ്ങൾ പറ. എത്ര പറ? അല്ല എത്ര രൂപ പറ, ഞാൻ തരാം കണക്ക്. അല്ല ഞങ്ങളിപ്പോ ഇത് പറഞ്ഞ് തർക്കിച്ച് ഞങ്ങൾ ഇത് വഴിമാറ്റി വിടാൻ നോക്കണ്ട കാര്യം. അതിന്റെ വീഡിയോ അയച്ചു തരാം. നമുക്ക് ഇവന്റിന്റെ വീഡിയോ എല്ലാം ഫുൾ ആയിട്ടുണ്ട്. നിങ്ങളെ മാധ്യമ സുഹൃത്തുക്കളെ എല്ലാ പരിപാടിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. പലരും ലൗകികതിനെ പറ്റി നിങ്ങൾക്ക് അറിയണമെങ്കിൽ വൈക്കത്തോരെ പോയാൽ മതി. വീടിന് അഡ്രസ് ഞാൻ തരാം. ഉണ്ടോ ഇല്ലോ എന്ന് പോയി ചോദിച്ചിട്ട് വൈകിട്ടോ ഞങ്ങൾ ഓഫീസിൽ കാണും. അതാണ് നമ്മുടെ കണക്കുണ്ട്, നിങ്ങളുടെ കയ്യിലേ ഇല്ലാത്തത്. എന്താ അതെ, അദ്ദേഹം വേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പ്രസംഗത്തിൽ. അതിന്റെ ഒരു ലൈൻ മാത്രമായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തിന് അനുഗ്രഹം ചോദിക്കും. ഇപ്പം അവിടെ പോകുന്നതെന്ന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അടുത്ത പ്രാവശ്യം എന്ന് കാണുന്നു അന്ന് ഞാൻ അനുഗ്രഹം വാങ്ങിക്കും. എനിക്ക് സമയത്തിന്റെ പരിധിയുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി 3 മണിക്ക് എനിക്ക് മറ്റൊരിടത്ത് എത്താനുണ്ട്.